കൊയിലാണ്ടിയെ ഹരിത നഗരമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നഗരസഭയുടെ രണ്ടാമത്തെ പാർക്കായ സ്നേഹാരാമം സിവിൽ സ്റ്റേഷന് സമീപം MLA കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെത്തുന്നവർക്ക് ഒഴിവു സമയങ്ങൾ ചിലവിടാൻ പൊതു ഇടങ്ങളിൽ പാർക്കുകൾ നിർമ്മിക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കൊയിലാണ്ടിയിലെ വിവിധ സ്ഥലങ്ങളിൽ പാർക്കുകൾ നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നഗരസഭ ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹാപ്പിനെസ് പാർക്കുകളും സ്നേഹാരാമങ്ങളൊക്കെ വേണം എന്നുള്ള രീതിയിൽ നമുക്ക് സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ നഗരസഭയിൽ എവിടെയാണ് ഇത്തരം ഒരു സജ്ജീകരണം നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചത്. ആ സമയത്താണ് ഇപ്പം 2 ഹാപ്പിനെസ് പാർക്കാണ് നമുക്ക് നഗരസഭയിലുള്ളത്. ഈ രണ്ടും നമുക്ക് നഗരസഭയിലെ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. പക്ഷെ അതിനെ നല്ല മനോഹരമായ രീതിയിൽ ഹാപ്പിനെസ് പാർക്കും സ്നേഹാരാമവും ഒക്കെ ആക്കി മാറ്റി തീർക്കാൻ വേണ്ടി നഗരസഭയിലുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ സ്നേഹാരാമമാണ് ഇന്ന് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നഗരസഭ ബസ് സ്റ്റാൻഡിന് സമീപത്തായി ഒരു ഹാപ്പിനെസ് പാർക്ക്, അതും ഇതുപോലെ തന്നെ വളരെ വൃത്തിഹീനമായ ഒരു സ്ഥലമായിരുന്നു. അവിടെ മനോഹരമായ ഒരു ഹാപ്പിനെസ് പാർക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് പ്രൈവറ്റ് ആളുകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സ്നേഹാരാമം ഇത് മിനി സിവിൽ സ്റ്റേഷൻ്റെ ചുമരിനോട് ചേർന്നിട്ടുള്ള സ്നേഹാരാമം, അതും ഈ നല്ല രീതിയിൽ വിവിധ തലത്തിലുള്ള ആളുകളുടെ സഹായ സഹകരണത്തോടു കൂടി നഗരസഭ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും ഹെൽത്ത് വിഭാഗവും എല്ലാവരുടെയും അതേപോലൊപ്പം തന്നെ SNDP കോളേജ് NSS യൂണിറ്റിൻ്റെ ഒക്കെ സഹകരണത്തോടു കൂടി നമ്മൾ സാധാരണ ഇവിടെ ഈ ഒരു സ്ഥലം അതായത് സമയങ്ങളിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഈ സ്ഥലമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ സ്നേഹ ആരാമമാക്കി നമുക്ക് നഗരസഭയ്ക്ക് മാറ്റാൻ വേണ്ടി കൊണ്ട് സാധിച്ചിട്ടുള്ളത്. ഇതിന് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നഗരസഭ നന്ദി അറിയിക്കുക കൂടിയാണ്. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണം നഗരസഭയ്ക്ക് ഉണ്ടാകണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. പൂർണ്ണമായും സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് നഗരസഭയ്ക്ക് സാമ്പത്തിക ബാധ്യതയില്ലാതെയാണ് ഈ സ്നേഹാരാമത്തിന്റെ പണി പൂർത്തിയാക്കിയത്. അലയൻസ് ക്ലബ്ബ് സാമൂഹ്യ ക്ഷേമത്തിനും വ്യക്തിത്വ വികസനം അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഊന്നൽ കൊടുക്കുന്ന ഇന്റർനാഷണൽ സംഘടനയാണ്. അതിൻ്റെ ഒരു ചാപ്റ്ററാണ് കൊയിലാണ്ടി ചാപ്റ്റർ. ആ ചാപ്റ്റർ മുനിസിപ്പാലിറ്റിയുമായും സഹകരിച്ച് ഇത്തരത്തിലുള്ള ഉദ്യമം നടത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി കൊയിലാണ്ടിയിൽ പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൽ സ്നേഹാരാമം എന്ന പദ്ധതിയിൽ കൊയിലാണ്ടി അലയൻസ് ക്ലബ്ബ് അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. സ്നേഹാരാമത്തിൽ FM റേഡിയോ, ഫ്രീ വൈഫൈ, മൊബൈൽ ചാർജിംഗ് പോയിന്റ്, ലൈറ്റ് കൊണ്ടുള്ള അലങ്കാരങ്ങൾ, ഇരിപ്പിടങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കൊയിലാണ്ടിയുടെ ചരിത്ര സാംസ്കാരിക പൈതൃകം സൂചിപ്പിക്കുന്ന ചുവർ ശില്പങ്ങൾ ഈ സ്നേഹാരാമത്തിന്റെ പ്രധാന സവിശേഷതയാണ്. കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊയിലാണ്ടി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് K. സത്യൻ സ്വാഗതം പറഞ്ഞു. പാർക്ക് ഒരുക്കിയ ശില്പി ബിജു കലാലയത്തെയും ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഗൗതമനെയും ചടങ്ങിൽ ആദരിച്ചു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KA ഇന്ദിര ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഷിജു മാസ്റ്റർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജില C, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK അജിത് മാസ്റ്റർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിജില പറവക്കൊടി, കൗൺസിലർമാരായ സിന്ധു സുരേഷ്, P. രത്നവല്ലി ടീച്ചർ, VP ഇബ്രാഹിംകുട്ടി, KK വൈശാഖ്, കൊയിലാണ്ടി തഹസിൽദാർ ജയശ്രീ S. വാര്യർ, K. ശിവപ്രസാദ്, ക്ലീൻ സിറ്റി മാനേജർ TK സതീഷ് കുമാർ, NK ഭാസ്കരൻ, M. പത്മനാഭൻ, VP സുധാകരൻ, അഡ്വക്കേറ്റ് S. സുനിൽ മോഹൻ, അഡ്വക്കേറ്റ് TK രാധാകൃഷ്ണൻ, കൊയിലാണ്ടി അലയൻസ് ക്ലബ് പ്രസിഡന്റ് MR ബാലകൃഷ്ണൻ, കൊയിലാണ്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. വിജയൻ, അഡ്വക്കേറ്റ് N. ചന്ദ്രശേഖരൻ, SNDP കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ CP സുജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് NGO യൂണിയൻ അംഗം K. മിനി, ഹെൽത്ത് ഇൻസ്പെക്ടർ K. റിഷാദ്, നഗരസഭ ശുചിത്വ വിഭാഗം സുരേന്ദ്രൻ കുന്നോത്ത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കൊയിലാണ്ടി നഗരസഭാ സെക്രട്ടറി ഇന്ദു S. ശങ്കരി നന്ദി പ്രകാശിപ്പിച്ചു.